നമസ്കാരം ചങ്ങായിമാരെ, ഇത് നമ്മുടെ ശ്രീമുത്തപ്പൻ്റെ ആരോഢ സ്ഥാനങ്ങളിലൊന്നായ പുരളിമല തേടിയുള്ളൊരു യാത്രയാണ്. കണ്ണൂരിൽ നിന്നും മട്ടന്നൂർ തില്ലങ്കേരി വഴിയാണ് ഈ ഒരു പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്ക് എത്തിച്ചേരുന്നത്. വല്ലാത്തൊരു ചൈതന്യം തന്നെ. ഞാനിവിടെ വന്നു ചേർന്നപ്പോൾ ശ്രീ മുത്തപ്പൻ്റെ നായ എന്നെ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഏതൊരു മുത്തപ്പൻ്റെ മടപ്പുരയിൽ പോയാലും അവിടെ നായയില്ലാതൊരു മുത്തപ്പൻ മടപ്പുരയില്ല. ശ്രീ മുത്തപ്പൻ കാട്ടിൽ നായാട്ടിനായി പോകുന്ന സമയത്തൊക്കെ കൂടെ നായ്ക്കൾ ഉണ്ടാവുമെന്നതാണ് ഐതിഹ്യം. മുത്തപ്പന്റെ സന്നദ്ധ സഹചാരികളായി നായ്ക്കൾ എന്നും കൂടെ കാണും. എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ. ഏതൊരു മടപ്പുരയിലാണെങ്കിലും മുത്തപ്പന് നിവേദിക്കുന്ന അന്നത്തിന്റെ ഒരു വിഹിതം നായ്ക്കൾക്ക് നൽകുന്ന ഒരു പതിവുണ്ട്. ഈ ഒരു പുരളിമല മുത്തപ്പന്റെ ഐതിഹ്യം ഞാൻ പറഞ്ഞു തരട്ടെ. ശ്രീ മുത്തപ്പന്റെ കുട്ടിക്കാലത്ത് അയ്യങ്കര ഇല്ലത്തെന്നും യാത്ര തിരിച്ച് ശ്രീ മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നതിന് ശേഷം പുരളിമലയിലെ വനപ്രദേശത്ത് എത്തുകയും വർഷങ്ങളോളം അവിടെ തപസ് ചെയ്യുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ശ്രീ മുത്തപ്പൻ പുരളിമലയിൽ വന്നിരുന്ന സ്ഥലമാണ് ചിത്രപീഠം എന്നറിയപ്പെടുന്നത്. ഇവിടെ വെച്ചാണ് മുത്തപ്പൻ മറ്റൊരു മുത്തപ്പനെ കണ്ടുമുട്ടുന്നത്, അതായത് വെള്ളാട്ടം ശിവരൂപം. പിന്നീട് ഇവർ ഒന്നിച്ച് പറശ്ശിനിക്കടവിലേക്ക് യാത്രയായെന്നാണ് ഐതിഹ്യം പറയുന്നത്. കണ്ണൂർ ജില്ലയിലുള്ളവരായിക്കോട്ടെ അല്ലെ പുറത്തുള്ളവരായിക്കോട്ടെ, പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പനെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. എന്നാൽ അതേ മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനങ്ങളിൽ ഒന്നായ ഈ ഒരു പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ടതാണ്. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും കിട്ടാത്തൊരു പായസം ഇവിടെ കിട്ടും കേട്ടോ. ശബരിമലയിൽ നിന്നും കിട്ടുന്ന പോലത്തെ അരവണ പായസം. ഞാനിവിടെ വന്നത് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തിരുവപ്പന വെള്ളാട്ടം ഉണ്ടായിരുന്നു. അതിന്റെ സമയം രാവിലെ 7 മണിക്കാണ് കേട്ടാ. ഈ ഒരു മടപ്പുരയിൽ വന്നു കഴിഞ്ഞാല് എന്തോ ഒരു ശക്തി കേട്ടാ മുത്തപ്പന്റെ. അത് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. വഴിപാടൊക്കെ എടുത്തതിന് ശേഷം പ്രസാദ കൗണ്ടറിലേക്ക് പോയി. വർഷങ്ങളായി ഈ ഒരു മടപ്പുരയിലുള്ള ശാന്തേച്ചിനെ പരിചയപ്പെട്ടു. ഞാനിവിടെ 10-30 വർഷം പണിയെടുത്തോണ്ടിരുന്നത്. ഇപ്പൊ സുഖമില്ലായിട്ട് ഇവിടെ പണിയെടുക്കുന്നില്ല. ശ്വാസം മുട്ട്, അറ്റാക്കിന്റെ ഒരു വിഷമം, അതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന. ഇവരിവിടെ തന്നെ പണിയെടുപ്പിക്കൂല. മുത്തപ്പനെ കടാശം കൊണ്ട് ഇങ്ങനെ പോന്നു ഇവിടുന്ന്. എല്ലാ ഞായറാഴ്ചയും വരും. ഇതുപോലെ പ്രസാദം എടുത്തു കൊടുക്കും അല്ലെ. അതൊരു നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ്. ഈ ഒരു മടപ്പുരയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണാം, ഭയപ്പെടേണ്ട, ഞാൻ എപ്പോഴും നിന്നോടൊപ്പം. മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ മാറാൻ ഈ ഒരു ഒറ്റ മുത്തപ്പന്റെ വാക്കുകൾ മതിയല്ലേ. ഇവിടെ വരുന്ന ഭക്തർക്ക് രാവിലത്തെ ചായയും പയറും ഉച്ചക്ക് അന്നദാനമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് മടങ്ങാം. തിരിച്ച് യാത്ര പോകുന്ന സമയത്ത് കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തായിട്ട് ശ്രീ മുത്തപ്പന്റെ നാട്ടിക്കല്ല് എന്ന് കാണാം. അവിടെയും കയറിയിട്ട് പോകാം.